വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് മുസ്ലിം ലീഗാണ്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം വി.ഡി. സതീശൻ അംഗീകരിക്കും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. എന്താണ് മുസ്ലിം ലീഗിൻ്റെ അവകാശവാദം? ആ അവകാശവാദം അംഗീകരിച്ചോ? നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശനും UDFും കോൺഗ്രസും അംഗീകരിച്ചു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. 5 മന്ത്രിസ്ഥാനമാണ് കഴിഞ്ഞ UDF സർക്കാരിൽ മുസ്ലിം ലീഗിനുണ്ടായിരുന്നത്. 5 മന്ത്രിസ്ഥാനം. 5ാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി നടന്ന അടിയും ബഹളവും ഒക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ്. ഇപ്പോഴും 5ാം മന്ത്രിസ്ഥാനം എന്ന വാചകം തന്നെ കേരള രാഷ്ട്രീയത്തിൽ നിലവിലുണ്ട്. ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഉമ്മൻചാണ്ടി സർക്കാരും സർക്കാരിൻ്റെ കാലത്ത് മുസ്ലിം ലീഗിൻ്റെ അവകാശവാദവും അത് നൽകാതിരിക്കാൻ കോൺഗ്രസ് ശ്രമിച്ച ശ്രമങ്ങളും അത് സമൂഹത്തിലുണ്ടാക്കിയ ചർച്ചയുമൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരും. ഇപ്പോഴിതാ വീണ്ടും 5 മന്ത്രിസ്ഥാനം തന്നെയാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 മന്ത്രിസ്ഥാനം മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു, നൽകാമെന്ന് കോൺഗ്രസ് സമ്മതിച്ചു. UDF യോഗത്തിൽ ഔപചാരികമായ തീരുമാനവുമായി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വകുപ്പുകൾ സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്ത വകുപ്പുകൾ, ഉമ്മൻചാണ്ടി സർക്കാരിൽ കൈകാര്യം ചെയ്ത വകുപ്പുകൾ തന്നെ ഇത്തവണയും ലഭിക്കും എന്ന വിശ്വാസം മുസ്ലിം ലീഗിനുണ്ട്. ഒരു വകുപ്പും വിട്ടുകൊടുക്കില്ല എന്ന് പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട് മുസ്ലിം ലീഗ് നേതാക്കൾ തന്നെ. കൂടുതൽ വകുപ്പുകൾ ലഭിക്കുമോ മുസ്ലിം ലീഗിന് എന്നതേ ഇനി അറിയാനുള്ളൂ. കയ്യിലുള്ള വകുപ്പുകൾ വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. പ്രധാനപ്പെട്ട വകുപ്പുകളാണ് മുസ്ലിം ലീഗ് കൈകാര്യം ചെയ്യുന്നത്. വ്യവസായം, IT, പൊതുമരാമത്ത്, വിദ്യാഭ്യാസം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ വകുപ്പുകളാണ് സാധാരണ മുസ്ലിം ലീഗിന് നൽകാറുള്ളത്. ഇത്തവണ അതുതന്നെ ലഭിക്കും. കൂടുതൽ ലഭിക്കുമോ എന്നതേ അറിയാനുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത് ക്യാബിനറ്റ് പദവിയാണ്. ഭരണപരിഷ്കാര കമ്മീഷന്റെ ചെയർമാനായി ക്യാബിനറ്റ് പദവിയോടുകൂടിയുള്ള ഒരു പോസ്റ്റ് വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് MK മുനീറിന് നൽകുന്നതിന് വേണ്ടിയിട്ടാണ്. MK മുനീർ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനാകും. അത് ക്യാബിനറ്റ് റാങ്കാണ്. ഇതും കൂടി മുസ്ലിം ലീഗിന് വേണം എന്ന ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. തത്വത്തിൽ ഇത് അംഗീകരിച്ചിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഒരു തർക്കവുമില്ല. എല്ലാവരും മുസ്ലിം ലീഗിന്റെ അവകാശവാദത്തോടൊപ്പം തന്നെയാണ്. കാരണം മുസ്ലിം ലീഗ് ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിനു വേണ്ടി നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് ഘടകകക്ഷി നേതാക്കളുടെ എല്ലാവരുടെയും അഭിപ്രായം. കോൺഗ്രസിലും അതേ അഭിപ്രായമുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിലും മുസ്ലിം ലീഗ് നല്ല ഇടപെടലാണ് നടത്തിയത്. മുസ്ലിം ലീഗിൻ്റെ നോമിനിയാണ് മുഖ്യമന്ത്രി എന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ശക്തമായ ഇടപെടൽ ഒരു ഘട്ടത്തിൽ മന്ത്രിസഭയിൽ നിന്ന് തന്നെ മാറി നിന്ന് പുറത്തുനിന്ന് UDFനെ പിന്തുണക്കും എന്ന നിലയിലേക്ക് പോകും. വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം നൽകിയില്ലെങ്കിൽ എന്ന കടുത്ത തീരുമാനം വരെ എടുത്തിരുന്നു മുസ്ലിം ലീഗ്. അതൊക്കെയാണ് വി.ഡി. സതീശന് മുഖ്യമന്ത്രി സ്ഥാനം ലഭിക്കാൻ കാരണമായത്. അതുകൊണ്ട് മുസ്ലിം ലീഗിൻ്റെ ആവശ്യങ്ങൾ അതേപടി അംഗീകരിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്, നിയുക്ത മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്, UDFലെ ഘടകകക്ഷികൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുപ്രകാരം 5 മന്ത്രിസ്ഥാനം, നിലവിലുള്ള വകുപ്പുകൾ, അതോടൊപ്പം തന്നെ ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം, ക്യാബിനറ്റ് റാങ്കാണ് എന്നോർക്കണം. ഇത്രയുമാണ് മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവയൊക്കെ നൽകാൻ തത്വത്തിൽ തീരുമാനമായിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്.